ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിലുള്ള ഒരു ടൊമാറ്റോ ചട്നി ചെയ്താലോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, എന്നാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ഇതിനായിട്ട് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം മീഡിയം സൈസാണ് തക്കാളി ഒരെണ്ണം മതിയാവും, വലിയ സൈസാണെങ്കിൽ തക്കാളി ഒരെണ്ണം മതിയാവും, മീഡിയം ആണെങ്കിൽ ഒരു 1.5 എടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മളിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാനൊരു 4 പിരിയമുളകാണ് ഇടുന്നത്. ഇതാകുമ്പോൾ നല്ലൊരു കളറും കാണും, ചെറിയൊരു എരിവും കിട്ടും. അപ്പോൾ പിരിയമുളക് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. അതല്ല നിങ്ങൾക്ക് മറ്റേ വറ്റൽമുളക് ഉള്ളതെങ്കിൽ അതിട്ടോ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ പിരിയമുളകാണ് ഒരു ഇച്ചിരിയും കൂടി ഒരു രസം കേട്ടോ, കളറൊക്കെ കിട്ടാൻ. അപ്പോൾ മുളകൊന്ന് മൂത്ത് തുടങ്ങി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ സവാളയുള്ളി ഇട്ട് കൊടുക്കും. സവാളയുള്ളി ഒന്ന് വാടി കഴിയുമ്പം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് അരിയുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് വാടി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി, വലിയ ഭയങ്കര ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ തക്കാളി ഇടുകയാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി നമുക്ക് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഒന്ന് അടയ്ക്കുക, ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ച് വെച്ച് അങ്ങനെ തക്കാളി വേവുന്നതിനും വരെ നമ്മളിതൊന്ന് ചെയ്യണം. അപ്പോൾ അതിനധികം വലിയ താമസമൊന്നുമില്ല, പെട്ടെന്ന് ആയിക്കോളും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ പൊടി, കൂടിപ്പോകരുത് കേട്ടോ, ഒരു നുള്ളേ ചേർക്കാവൂ, ജസ്റ്റ് ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് മാത്രം. ഒത്തിരി ആയിപ്പോയാൽ ഈ മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കുവേ. അപ്പം ഒരു നുള്ള് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സായി നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് നല്ലോണം വെന്തുടഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേന് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് ഒരിത്തിരി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിലത് നമ്മൾ കടുക് വറക്കുന്ന ടൈം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയം, ഈ വഴട്ടുന്ന സമയം കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. ഞാനപ്പം ഇതിപ്പോൾ വഴട്ടി ആ ചീനച്ചട്ടി കഴുകിയില്ല, അതിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഇത് കടുക് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ഒന്നിട്ട് കൊടുക്കും കേട്ടോ. കടുക് ഒന്നിട്ട് ആദ്യം ഇപ്പോൾ കടുക് ഇട്ടു, ഇതിലേക്ക് നമ്മളൊരു 2 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി അരിയണം നിർബന്ധമൊന്നുമില്ല, മുഴുവനായിട്ടിട്ടാലും മതിയെ. ഞാൻ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയൊക്കെയാണ് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ കടുകെല്ലാം പൊട്ടി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് അരച്ച് വെച്ച ചട്നി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് കുറച്ചൊരു ചൂടുവെള്ളം കൂടെ നമ്മുടെ ഈ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്കിട്ട് ഉപ്പൊന്ന് പാകമാണോ എന്ന് നോക്കുക. പാകമല്ലെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണേ. ഇനി നമ്മളിതൊട്ട് തക്കാളി ഇട്ടുള്ള എന്ത് ഐറ്റം ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ അതിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുകൂടെ ആകുമ്പോഴാണ് നമുക്ക് ആ തക്കാളിയുടെ പുളി ഒന്ന് ബാലൻസ് ആവുന്നത്. അപ്പം ഞാനിതിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പഞ്ചസാരയാണ് ഇട്ടത്, ഒരു നുള്ള് പഞ്ചസാര മതി, ആ പുളി ഒന്ന് ബാലൻസ് ആവാൻ. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ശരിക്കും കടുക് വറക്കുന്നതിൻ്റെ സമയത്തായിരുന്നു ചേർക്കേണ്ടത്, അപ്പോൾ ആ സമയം ചേർക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പം ഇട്ടത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ നമ്മൾ ആ ഉള്ളി വഴറ്റുന്നതിൻ്റെ ഒപ്പം ഒരിത്തിരി കായപ്പൊടി, മഞ്ഞൾ പൊടി ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. അപ്പം എല്ലാവർക്കും ലവ് യു, ബൈ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ പ്ലീസ്.